എല്ലാവർക്കും നമസ്കാരം. അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും കൂടെയൊക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 4 മുട്ട ഏകദേശം ഒരു 6-7 കപ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ബോയിൽ ചെയ്ത് തോട് മാറ്റി എടുത്തു വയ്ക്കാം. ഏകദേശം ഒരു 4 പേരുടെ കണക്കിനുള്ള ഗ്രേവിയാണ് തയ്യാറാക്കുന്നത്. 2 പച്ചമുളക് എടുക്കാം, ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി എടുക്കാം, ഒരു 10 വെളുത്തുള്ളി അല്ലി എടുക്കാം. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ പച്ചമുളക് എക്സ്ട്രാ ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. 1.5 കപ്പ് നല്ല വിളഞ്ഞ തേങ്ങ ചിരവിയത്, 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വയ്ക്കണം. ഇതിന് പകരം തേങ്ങാപ്പാൽ മിക്സോ തേങ്ങാപ്പാൽ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി സ്ലൈസ് ചെയ്തത് എടുക്കാം. തിൻ സ്ലൈസസ് ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായി മുറിച്ചതിന് ശേഷം ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ 3 ഒരുമിച്ച് അങ്ങ് ചതച്ചെടുത്താൽ മതിയാവും. മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടുള്ളവർ അതും ചേർക്കാം. കുറച്ച് പച്ചമുളക് ചെറുതായി മുറിച്ചിട്ടാലും മതി. ഏതാണോ എളുപ്പം അതേപടി നമുക്ക് ചെയ്യാം. ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള അത്യാവശ്യം നന്നായി ഒന്ന് വഴണ്ട് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള നന്നായി വഴറ്റിയെടുക്കുക. വെന്ത് സോഫ്റ്റായി ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരുമ്പോഴാണ് സവാള നല്ല വെന്ത് വരുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ഒന്ന് അടച്ച് വെച്ചാലും സവാള പെട്ടെന്ന് വെന്ത് സോഫ്റ്റായി വരും. ചെറിയ തീയിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി ഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ഒരു ചെറിയ തീയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. സവാള അത്യാവശ്യം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി. ഗരം മസാലയോ ചിക്കൻ മസാലയോ എഗ് മസാലയോ മീറ്റ് മസാലയോ ചേർക്കാം. ഏത് മസാലയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് നല്ലോണം വറുത്തെടുക്കുമ്പോഴാണ് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടുള്ളൂ. അങ്ങനെ പച്ചമണം മാറിക്കിട്ടുമ്പോഴാണ് കറിക്ക് നല്ലൊരു വറുത്തരച്ച ടേസ്റ്റ് കിട്ടും. ഈ പൊടികൾ വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ പൊടികൾ വറുത്തെടുത്തതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ പച്ചമണം എല്ലാം മാറി പൊടികളിൽ നിന്ന് നല്ലൊരു ഫ്ലേവർ വന്നു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഉള്ളവർ അത് ചേർക്കാം. ഇനി സാധാരണ പച്ചവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല. നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ചൂടാക്കി കിട്ടിക്കോളും, കനച്ച് പോവില്ല. അപ്പോൾ അതിലേക്കൊരു 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെയും ചാറ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗ്രേവി വെച്ചിട്ട് നല്ല റോസ്റ്റായി എടുത്താലും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ കുറച്ചുകൂടി ചാറായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. 2 കപ്പ് വെള്ളം ചേർത്ത് ആ ഒരു മസാല നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും ചെറിയൊരു മധുരത്തിന് വേണ്ടി പഞ്ചസാരയും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ചെറിയൊരു മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചെറുതായി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. തക്കാളി ഒരുപാട് അങ്ങ് വെന്ത് കിട്ടണ്ട. ആ ഒരു ചെറിയൊരു പച്ച തക്കാളിയുടെ ടേസ്റ്റും നല്ലതായിരിക്കും.
ഈ ഒരു ഗ്രേവി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളച്ചതിന് ശേഷം ഏകദേശം ഒരു 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് നേരം ഒന്ന് തിളപ്പിക്കേണ്ട. ഒരു 30 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങാപ്പാൽ ഒന്ന് ചൂടാക്കിയിട്ടാൽ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഈ ഗ്രേവിയും എഗ്ഗും സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എഗ്ഗ് 2ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റിയാണ്. അല്ലെങ്കിൽ മുഴുവനായിട്ട് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സെർവ് ചെയ്യുന്ന എങ്ങനെയാണ് അതുപോലെ ചെയ്യാം. കുറച്ച് മല്ലിയില കൂടി സ്പ്രിങ്കിൾ ചെയ്തിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ മല്ലിയില ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല രുചിയായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.